ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 45 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങൾ. പിതാവേ, ഞാൻ പാപിയാണേ, എന്നിൽ കനിയണമേ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ചിതറിപ്പോയവരെ ചേർത്തു നിർത്തുവാൻ സ്വയം ജീവിതം അർപ്പിക്കുന്ന ക്രിസ്തുവിനെ സുവിശേഷത്തിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. പ്രധാന പുരോഹിതനായ കയ്യഫാസ് ഇങ്ങനെ പറയുന്നുണ്ട്: ജനം മുഴുവൻ നശിക്കാതിരിക്കുവാൻ ഒരാൾ മരിക്കുന്നത് യുക്തമെന്ന്. അനേകർക്ക് വേണ്ടി മരിച്ച ഈശോ. പ്രിയമുള്ളവരെ, വൺ പേഴ്സൺ ദാറ്റ് കീവ്സ് കൗണ്ട്ലെസ് മെമ്മറീസ്. ഒരാൾ, അതേ ഒരാൾ തന്നെ, നാം അറിയാതെ നമ്മളെ അറിഞ്ഞ് നമ്മിലൊരാളാകുന്ന ഒരാൾ. അങ്ങനെ ഒരാൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. ആൾക്കൂട്ടങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്ന ആളാകണമെന്നില്ല. ചിലപ്പോൾ അകത്തളങ്ങളിൽ പ്രാർത്ഥനയായും പ്രവൃത്തികളുമായും അവർ നമ്മുടെ കൂടെ ഉണ്ടാകും. കഥയറിയാതെ ആട്ടം നടത്തിയവനല്ല ഈശോ. സ്വന്തം ജീവിത നിയോഗത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട്, ബോധ്യം ഈശോയ്ക്കുണ്ടായിരുന്നു. ഞാൻ മുറിയപ്പെടേണ്ടവനാണെന്നും എൻ്റെ മുറിവുകളിലൂടെ അനേകർ സൗഖ്യം പ്രാപിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കുവാനായി സ്വയം കല്ലേറുകൾക്കും നിന്ദാപമാനങ്ങൾക്കും വിധേയനാകേണ്ടി വരുമെന്നും ഈശോയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. മുറിവുകളിലൂടെയാണ് പ്രകാശം അകത്തേക്ക് പ്രവേശിക്കുന്നതെന്ന് എഴുതി വച്ചിട്ടുള്ളത് ഓർക്കുകയാണ്. നമ്മുടെ മുറിവുകൾ മുറിപ്പാടുകളായി അവശേഷിക്കുമ്പോൾ ഈശോയുടെ മുറിവുകൾ തിരുമുറിവുകളായി നിലകൊള്ളുന്നു. ഈശോയിലൂടെ നാം എല്ലാം രക്ഷയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതവും ഇങ്ങനെ ആകട്ടെ. നാടിനും വീടിനും സ്വപ്നത്തിനും വേണ്ടി സ്വയം അർപ്പിതരാകുന്നവർ കൂടെയുള്ളത് കൊണ്ടാണ് നമുക്കും സ്വപ്നം കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഒരാളായി മാറാൻ നമുക്കാവട്ടെ. ക്രിസ്തുവിൻ്റെ അംശമുള്ള ഒരാൾ. ലെറ്റ് us be that person who gives countless memories. നാം അറിയാതെ നമ്മിലൊരാളായി നമ്മളെ എറിഞ്ഞ് നമുക്ക് വേണ്ടി സ്വയം മരിച്ചു വീഴുന്ന ആ ഒരാൾ.